അപ്പോൾ എൻ്റെ എല്ലാ മക്കൾക്കും നമ്മുടെ ഇന്നത്തെ മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ പാർട്ട് 2 വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നേരത്തെ വീഡിയോ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ചാനലിൽ പോകുക, എന്നിട്ട് പാർട്ട് 1 വീഡിയോ കാണുക കേട്ടോ. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പബ്ലിക് പ്രൈവറ്റ് ഗ്ലോബൽ എൻ്റർപ്രൈസസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് കമ്പാരിസൺ സ്റ്റഡീസ് ആണ് നമ്മൾ വീഡിയോസിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ മിസ് എപ്പോഴും പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ലൈവ് സെഷൻസിൽ, നിങ്ങൾ 2 എണ്ണം വെച്ച് നിങ്ങൾക്ക് പഠിക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ടേബിൾ ഫോർമാറ്റിൽ തന്നെ പഠിച്ചു പോകണം. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഒരു ഡിഫറൻസ് ബിറ്റ്വീൻ ചോദിച്ചാൽ എഴുതാൻ വേണ്ടി പറ്റും. ഇനി അതല്ലാണ്ട് പോയിന്റ്സ് ആയിട്ടും എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ കമ്പാരിസൺ സ്റ്റഡി നടത്തുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ എന്താണ് ഒരു വലിയ ഏരിയ കവർ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഫാക്റ്റ്. അപ്പോൾ അതുപോലെ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ ഇനി അങ്ങോട്ട് തുടർന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓക്കെ, സെറ്റ് അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യത്തെ എൻ്റെ പാട്ടിൽ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ആദ്യം എന്ത് പഠിച്ചു? പബ്ലിക് സെക്ടർ എന്താണെന്ന് പഠിച്ചു. അതിന് സ്യൂട്ടബിൾ അല്ലെ, പബ്ലിക് സെക്ടറിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള 3 ഓർഗനൈസേഷൻസ് ഉണ്ട് അല്ലേ? ഏതൊക്കെയാണ്? ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ് ഉണ്ട്, സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ഉണ്ട്, ഗവൺമെന്റ് കമ്പനീസ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചല്ലേ? സെറ്റ് അല്ലേ? എന്താണ് ഗവൺമെന്റ് കമ്പനി എന്ന് പറഞ്ഞാൽ? എന്താ കമ്പനി? സാധാരണ ഒരു നോർമൽ കമ്പനി 1956 2013 കമ്പനീസ് ആക്ട് പ്രകാരം നിലവിൽ വരുന്ന ഒരു കമ്പനി. പക്ഷെ അതിന്റെ അറ്റ്ലീസ്റ്റ് 51% ഷെയർസ് ആരായിരിക്കും ഹോൾഡ് ചെയ്യുന്നുണ്ടാവുക? ഗവൺമെന്റ് ആയിരിക്കും ഹോൾഡ് ചെയ്യുന്നുണ്ടാവുക അല്ലേ? ഓക്കെ, ബാക്കിയെല്ലാം എന്താണ് നമ്മൾ സാധാരണ കമ്പനീന്റെ ഫീച്ചേഴ്സ് തന്നെയായിട്ടായിരിക്കും അത് പോകുന്നുണ്ടാവുക. സെറ്റ് അല്ലേ? പിന്നെ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഒരു പാർലമെന്റിൽ ഒരു സ്പെഷ്യൽ ആക്ട് പ്രകാരം നിലവിൽ വരുന്ന എന്താണ് ഒരു കമ്പനിയാണ്, അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ആണ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ അഥവാ പബ്ലിക് കോർപ്പറേഷൻ എന്നറിയപ്പെടുന്നത് അല്ലേ? അവരെന്താണ് കംപ്ലീറ്റ്ലി ഗവൺമെന്റ് ആണ് ഓൺ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പോലും ഒരു നിയമം വഴി സ്ഥാപിതമാകുന്നത് കൊണ്ട് തന്നെ അവർക്ക് എന്തുണ്ട്? സെപ്പറേറ്റ് ആയിട്ട് ഭരിക്കാൻ അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുണ്ട്. ശരിക്കും എന്താണ് ആ കമ്പനിയാണ് അതിൻ്റെ കംപ്ലീറ്റ് ഫുൾ ഓണർഷിപ്പ് നമ്മൾ എന്താണ് ഗവൺമെന്റിനാണ് വരുന്നത് കേട്ടോ. പക്ഷെ അവരുടെ ഭരിക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് തോന്നിയ പോലെ ഭരിക്കുക എന്ന് പറയാൻ പറ്റില്ല. അവർക്ക് എന്താ സ്പെഷ്യൽ ആക്ട് പറയുന്നുണ്ട്. ആ സ്പെഷ്യൽ ആക്ടിൽ എന്തൊക്കെ ദ ആക്ട് ഡിഫൈൻസ് ദ റൂൾസ് റിഗാർഡിങ് എന്താണ് എംപ്ലോയീസ്, ഇന്റേണൽ മാനേജ്മെന്റ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, പിന്നെ എങ്ങനെയാണ് അതിൻ്റെ ഓപ്പറേഷൻസ്, കാര്യങ്ങളൊക്കെ എന്തായിരിക്കും ആ ആക്ടിൽ പ്രത്യേകം പറയുന്നുണ്ടാവും. ആ ആക്ട് അനുസരിച്ചിട്ട് ഇവർക്ക് സെൽഫായിട്ട് കാര്യങ്ങൾ ചെയ്യാം. എന്താണ് അവരെന്താണ് സെൽഫായിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യുക അല്ലേ? ഒരു സെൽഫായിട്ട് എന്താ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണ്, ഫിനാൻഷ്യലി ആൻഡ് ഓപ്പറേഷണലി ഇൻഡിപെൻഡൻ്റ് ആണ്. പക്ഷെ എന്നാൽ കൂടെ സംടൈംസ് അവരെന്താണ് ഗവൺമെന്റിനെ ഡിപ്പെൻഡ് ചെയ്യും. ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നും അതുപോലെ പബ്ലിക്കിന്റെ കയ്യിൽ നിന്നും ക്യാഷ് വാങ്ങിക്കാറുണ്ട് അല്ലേ? പക്ഷെ ഇതിൽ നിന്ന് നേരെ വ്യത്യസ്തമാണ് എന്തെന്ന് പറയണേ നമ്മുടെ ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ് എന്ന് പറയുന്നത് അല്ലേ? അത് അതായത് നമ്മളിപ്പോൾ ഒരു അച്ഛൻ്റെ അമ്മയുടെ കീഴിൽ അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ ചെലവിൽ ജീവിക്കുന്ന കുഞ്ഞു കുട്ടികളെ പോലെയാണ് ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ് എന്ന് പറയുന്നത്. അവർ കംപ്ലീറ്റ്ലി ഗവൺമെന്റിന്റെ കൺട്രോളിലായിരിക്കും. വെച്ചാൽ അണ്ടർ എ മിനിസ്റ്ററി ആയിരിക്കും അല്ലേ? അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു മിനിസ്റ്ററും അതുപോലെ തന്നെ ഒരു മിനിസ്ട്രി, ഒരു മന്ത്രിയും മന്ത്രാലയവും ഉണ്ടാകും. കംപ്ലീറ്റ്ലി ഗവൺമെന്റ് ആണ് തീരുമാനങ്ങൾ എടുക്കുക. ഫണ്ടഡ് ബൈ ഗവൺമെന്റ് ആയിരിക്കും അല്ലേ? ഗവൺമെന്റ് ട്രഷറീസ് വഴിയാണ് അല്ലേ അവർക്ക് എന്ത് ചെയ്യുന്നത്? ഫണ്ട് കിട്ടുന്നുള്ളത് അല്ലേ? അവരുടെ ഡിസിഷൻസ് എല്ലാം എന്താണ് ഗവൺമെന്റ് തന്നെയാണ് എടുക്കുക. അതിന്റെ മോട്ടീവ് എന്താണ്? ഒരു പബ്ലിക് മോട്ടീവ് അല്ലെങ്കിൽ എന്താ പബ്ലിക് വെൽഫെയർ ആണ്. അതുപോലെ തന്നെ ദേ ആർ അക്കൗണ്ടബിൾ ടു ദ ജനറൽ പബ്ലിക് ആണ് അല്ലേ? കംപ്ലീറ്റ്ലി ഓൺഡ് ബൈ അല്ലെ കൺട്രോൾഡ് ആൻഡ് മാനേജ്ഡ് ബൈ സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെന്റും ആയിരിക്കും നമ്മൾ ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ് എന്ന് പറയുന്നത്. സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ എങ്ങനെയാണ്? അച്ഛൻ്റെ അമ്മേൻ്റെ കീഴിലുള്ള ഒരു കുട്ടി പക്ഷെ എന്താണ് ജോലിയൊക്കെ പഠിച്ച് വലുതായി ജോലിയൊക്കെ പോയി സ്വന്തമായിട്ട് ജോലി ചെയ്ത് ജീവിക്കണ ഒരു കുഞ്ഞായിരിക്കും ആരെന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ എന്ന് പറയുന്നത്. സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷനും ഗവൺമെന്റ് കമ്പനിയും തമ്മിലുള്ള കമ്പാരിസൺ സ്റ്റഡി നടത്താം അല്ലേ? ഇതിന്റെ ഓണർഷിപ്പ് എങ്ങനെയായിരിക്കും? ഗവൺമെന്റ് കമ്പനീന്റെ എങ്ങനെയാണ്? അറ്റ്ലീസ്റ്റ് 41% ഓൺഡ് ബൈ ഗവൺമെന്റ് ആയിരിക്കും അല്ലേ? പിന്നെ എന്താണ് ഗവൺമെന്റ് മാത്രമല്ല ബാക്കിയുള്ളത് ആയിരിക്കും 49% ആരായിരിക്കും? പ്രൈവറ്റ് ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും അല്ലേ? സ്റ്റാറ്റ്യൂട്ടറിന് എന്തായിരിക്കും? ഹോൾലി ഓൺഡ് ബൈ ഗവൺമെന്റ് ആണ്. പിന്നെ കൺട്രോൾ എങ്ങനെയായിരിക്കും? മാനേജ്ഡ് ആസ് പെർ ദ കമ്പനീസ് ആക്ട് ആയിരിക്കും. ലൈക്ക് പ്രൈവറ്റ് കമ്പനീസ് പോലെ കമ്പനീസ് ആക്ട് പ്രകാരം ആയിരിക്കും. പിന്നെ സ്റ്റാറ്റ്യൂട്ടറി ആണെങ്കിൽ എന്താ ഗവേൺഡ് ബൈ പ്രൊവിഷൻ ഓഫ് ദ ആക്ട് ആണ് അല്ലേ? അണ്ടർ വിച്ച് ഇറ്റ് വാസ് ഫോംഡ് ആയിരിക്കും അല്ലേ? ഏത് നിയമം വഴിയാണോ വന്നത് ആ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ആയിരിക്കും അതിന്റെ കൺട്രോൾ പോവുക. ഫണ്ടിങ് എങ്ങനെയാണ്? ഫിനാൻസ്ഡ് ത്രൂ ഗവൺമെന്റ് ആൻഡ് ഷെയർ ഹോൾഡിംഗ് ആയിരിക്കും അല്ലേ? ഗവൺമെന്റിന്റെ ഷെയർ ഹോൾഡിങ്സ് എന്ന് കഴിഞ്ഞു. പിന്നെ അതുപോലെ തന്നെ എന്തുണ്ട്? ബാക്കി ഷെയർ
സെക്ടേഴ്സ് ഒക്കെ എന്താ പ്രൈവറ്റ് സെക്ടേഴ്സ്, പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ്, അതുവഴിക്കാണ് അവർക്ക് ക്യാഷ് കിട്ടുക. സാധാ കമ്പനി പോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ എങ്ങനെയാണ്, ജനറേറ്റ് ഇറ്റ്സ് ഓൺ റവന്യൂ ആണ് അല്ലേ, സംടൈംസ് അല്ലേ, ബട്ട് മേ ഓൾസോ ബോറോ ഫ്രം ഗവൺമെന്റ് ആൻഡ് പബ്ലിക് ആയിരിക്കും. സെറ്റ് അല്ലേ. പിന്നെ ഫ്ലെക്സിബിലിറ്റിന്റെ കാര്യം നോക്കിയാൽ എന്താണ്, മോർ ഫ്ലെക്സിബിലിറ്റി ഇൻ മാനേജ്മെന്റ് ആൻഡ് ഓപ്പറേഷൻസ് അല്ലേ. സാധാരണ കമ്പനീസിനെ പോലെ ആയതുകൊണ്ട് എന്താണ്, മോർ ഫ്ലെക്സിബിൾ ആണ് മാനേജ്മെന്റ്. എന്താ, കമ്പനീസ് ആക്ട് പ്രകാരമാണ് മാനേജ്മെന്റ് നടക്കുന്നത്. സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ആണെങ്കിൽ എന്താ, ഓട്ടോണോമസ് ബട്ട് ബൗണ്ടഡ് ബൈ ദ പ്രൊവിഷൻ ഓഫ് ദ ആക്ട് ആണ് അല്ലേ. പിന്നെന്താ, ബൗണ്ടഡ് ബൈ ദ പ്രൊവിഷൻ ഓഫ് ആക്ട് പ്രകാരമാണ് ഓട്ടോണോമസ് ആയിരിക്കും സ്റ്റാറ്റ്യൂട്ടറിന്റെ കാര്യത്തിൽ. ഓഡിറ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് എങ്ങനെ, അക്കൗണ്ടിങ് എങ്ങനെയാണ് വരുന്നത്, ഇവർ കമ്പനീസ് ആക്ട് പ്രകാരമുള്ള ഓഡിറ്റിംഗ് ആണ് വരിക. പക്ഷെ എന്താണ്, ഗവൺമെന്റിന്റെ ചില റൂൾസിൽ നിന്ന് വ്യത്യാസം, എക്സംപ്റ്റ് അല്ല, എക്സെപ്ഷണൽ കേസ് വരുന്നുണ്ട് ചില കാര്യങ്ങളിൽ അല്ലേ, കമ്പനീസ് ആക്ട് പ്രകാരമായിരിക്കും. ഇവിടെ എങ്ങനെയാണ്, അവർക്ക് അവരുടേതായ അക്കൗണ്ടിങ് സിസ്റ്റം ഉണ്ട് അല്ലേ, ഹാസ് ഇറ്റ് ഓൺ അക്കൗണ്ടിങ് സിസ്റ്റം. എന്താ, ഇൻഡിപെൻഡന്റ് ഫ്രം ഗവൺമെന്റ് ബഡ്ജറ്റ് റൂൾസ് അല്ലേ. ഗവൺമെന്റിന്റെ ആണെങ്കിൽ പോലെ എന്താ, ഹാസ് ഇറ്റ് ഓൺ അക്കൗണ്ടിങ് ആണ്, ഹാസ് ഇറ്റ് ഓൺ അക്കൗണ്ടിങ് സിസ്റ്റം ആയിരിക്കും അല്ലേ. എക്സാമ്പിൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഈ എക്സാമ്പിൾസ് എന്ത് ചെയ്യരുത്, നിങ്ങൾ ഒരിക്കലും ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, വിട്ടുപോകരുത് കേട്ടോ. ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, വിട്ടുപോകരുത്. ഇത് വരുന്നില്ല കേട്ടോ, ഇത് എക്സാമ്പിളിൽ വരുന്നില്ല. ഓക്കെ, സെറ്റ് അല്ലേ. ഇത് എന്ത് ചെയ്യുന്നില്ല, ഇത് ഗവൺമെന്റ് കമ്പനിയിൽ വരുന്നതല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എക്സാമ്പിൾസ് നോക്കണം. കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ചോദിക്കാൻ ചാൻസ് വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എക്സാമ്പിൾസ് ഏതൊക്കെയാണ്, സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ്റെ എക്സാമ്പിൾസ് തന്നിട്ട് പിന്നെ കുറച്ച് ഗവൺമെൻറ് കമ്പനീൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടർടേക്കിങ്സിൻ്റെ എക്സാംസ് അങ്ങ് അവിയൽ പോലെ തന്നിട്ട് അതിനെ നിങ്ങൾ എന്ത് ചെയ്യണം, ഓർഗനൈസ് ചെയ്യുക, കറക്റ്റ് ഇതിൽ ഗ്രൂപ്പ് ചെയ്യാനായിരിക്കും നിങ്ങളോട് ചോദിക്കും. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഗവൺമെൻറ് കമ്പനി എന്താണ്, BHEL, SEIL, പിന്നെ സ്റ്റാറ്റ്യൂട്ടറി RBI, SBI, LIC, CWC എന്താണ്, സെൻട്രൽ വെയർഹൗസ് കോർപ്പറേഷൻ ആണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് എപ്പോഴും എന്താണ്, ഒരു കോർപ്പറേഷൻ കിടപ്പുണ്ടാവും ചിലതിൻ്റെ അകത്തൊക്കെ. ഓക്കെ, RBIയിലൊന്നും വരുന്നില്ല. ഇവരൊക്കെ എങ്ങനെയാണ്, സെപ്പറേറ്റ് ഓട്ടോണോമസ് ആയിട്ട് ഭരിക്കാൻ അവകാശം അല്ലെങ്കിൽ കഴിവുള്ളവരായിരിക്കും ഇവരെന്ന് പറയുന്നത്. സെറ്റ് അല്ലേ, പഠിച്ചില്ലേ എന്താണെന്നുള്ള, ഗവൺമെന്റ് കമ്പനിയും സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷനും എന്താണെന്നുള്ളത് നിങ്ങൾ പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുക, ഗ്ലോബൽ എന്റർപ്രൈസസും ജോയിന്റ് വെഞ്ചേഴ്സും തമ്മിലാണ് ഇനി നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഗ്ലോബൽ എന്റർപ്രൈസസിൻ്റെയും അതുപോലെ തന്നെ അതിൻ്റെ ഫീച്ചേഴ്സ് എന്ത് ചെയ്യണം, ഫീച്ചേഴ്സ് എൻ്റെ കുഞ്ഞുങ്ങൾ എന്തായാലും പഠിച്ചിട്ട് പോകണേ. കാരണം എല്ലാ തവണയും വന്നിട്ടുണ്ട്, പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പോൾ മാറിയതുകൊണ്ട് ചിലപ്പോൾ മേ ബി വരാതിരിക്കാം. പക്ഷെ എന്നാലും നമ്മൾ എന്ത് ചെയ്യുക, മുൻകരുതൽ എന്ന പോലെ ഇത് പഠിച്ചിട്ട് വേണം പോവാൻ. ഗ്ലോബൽ എന്റർപ്രൈസസ് അഥവാ എന്താണ്, MNC ആണല്ലേ. ഓക്കെ, അതുപോലെ ജോയിന്റ് വെഞ്ചേഴ്സ് അല്ലേ. MNC എന്ന് പറയുന്നത് എന്താ, ഒരു ഗ്ലോബൽ ഇന്റർനാഷണൽ കമ്പനി ആയിരിക്കും അല്ലേ. പക്ഷെ എന്താ, ജോയിന്റ് വെഞ്ചർ എന്ന് പറയുമ്പോൾ എങ്ങനെയാ, ജോയിന്റ് ആയിട്ടുള്ള ഒരു കമ്പനി ആയിരിക്കും. എന്ന് വെച്ചാൽ ഒന്നൊരു ഡൊമസ്റ്റിക് കമ്പനിയും ഒന്നൊരു ഫോറിൻ കമ്പനിയും ആയിരിക്കും അല്ലേ. ഉദാഹരണത്തിന് മാരുതി സുസുക്കി. മാരുതി എന്താണ്, ഡൊമസ്റ്റിക്, നമ്മുടെ ഇവിടുത്തെ കമ്പനിയും. സുസുക്കി എന്താണ്, ജപ്പാനാണെന്നാ തോന്നുന്നത്, ജപ്പാൻ്റെ കമ്പനിയാണ് വരുന്നത് സുസുക്കി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു രണ്ട് കമ്പനി തമ്മിൽ എന്താണ്, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഗോൾ വെച്ചായിരിക്കും അവർ. ഇപ്പോൾ രണ്ടുപേരും എന്താ ചെയ്യുന്നത്, ഇപ്പോൾ മാരുതി സുസുക്കി ചേർന്നിട്ട് എന്താ കാറുകളാണല്ലേ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ ഒരു സ്പെസിഫിക് ആയിട്ട് എന്ത് ചെയ്യുന്നത്, ഇവർ ഷെയർ ചെയ്യുകയാണ് ചെയ്യുക, ജോയിന്റ് വെഞ്ചേഴ്സ്. അപ്പം നമുക്ക് നോക്കിയാലോ, ഓണർഷിപ്പ് എങ്ങനെയായിരിക്കും, ഗ്ലോബൽ എന്റർപ്രൈസസിന്റെ നോക്കിയാൽ സിംഗിൾ കോർപ്പറേറ്റ് എൻറ്റിറ്റി അല്ലെങ്കിൽ ഓപ്പറേഷൻ ആയിരിക്കും അവിടെ നടക്കുക അല്ലെ. പല കൺട്രീസിൽ ഒരൊറ്റ ടീം, ഒറ്റ എന്താ ഓപ്പറേറ്റിംഗ് ബോഡി ആയിരിക്കും ഉണ്ടായിരിക്കുക. പക്ഷെ ജോയിന്റ് വെഞ്ചേഴ്സിൽ എന്താണ്, 2 or more കമ്പനീസ് ആണ് അല്ലേ. ഒന്ന് ഡൊമസ്റ്റിക്കും ഒന്ന് ഇന്റർനാഷണൽ കമ്പനീസും തമ്മിലാണ് എന്ത് വരുന്നത്, അതിന്റെ ഓണർഷിപ്പും മാനേജ്മെന്റും വരുന്നത് അല്ലേ. പിന്നെ ഒബ്ജക്റ്റീവ് എങ്ങനെയാണ്, ഇവരെങ്ങനെയാണ്, എക്സ്പാൻഡ് ഗ്ലോബലി ടു മാക്സിമൈസ് പ്രോഫിറ്റ് ആൻഡ് മാർക്കറ്റ് പ്രസൻസ് ആണ്. ഇവര് അല്ലെങ്കിൽ എന്താ, രാജ്യങ്ങൾ മുഴുവൻ വ്യാപിച്ച് കിടന്നിട്ട് എന്താണ്, പ്രോഫിറ്റും മാർക്കറ്റും എന്താണ് കൂടുതലാക്കാൻ വേണ്ടി എക്സ്പാൻഡ് ചെയ്യാനാണ് ഇവർ നോക്കുന്നത്. പക്ഷെ ജോയിന്റ് വെഞ്ചേഴ്സ് എന്താ നോക്കുന്നത്, ഇവർ രണ്ടുപേരും മ്യൂച്വൽ ബെനിഫിറ്റ്സ് ആണ് അല്ലേ. കമ്പനിയുടെ എക്സ്പാൻഷൻ, അത് നമ്മുടെ ഡൊമസ്റ്റിക് കമ്പനിക്കും അതുപോലെ തന്നെ എന്താ സുസുക്കിൻ്റെ കമ്പനി രണ്ടുപേരുമുള്ള മ്യൂച്വൽ എക്സ്പാൻഷൻ ആണ് അവിടെ അവർ ഉദ്ദേശിക്കുന്നത് അല്ലേ. അതിൻ്റെ ഒബ്ജക്റ്റീവ് നോക്കിക്കഴിഞ്ഞാൽ എന്താ, ഇപ്പോൾ മാരുതിക്ക് എന്താ ഇന്ത്യൻ മാർക്കറ്റ് മാത്രമല്ലാതെ നമ്മളെ സുസുക്കിൻ്റെ മാർക്കറ്റും കൂടെ തുറന്നു കിട്ടുന്നത്, സുസുക്കിക്ക് എന്താണ് മാരുതിൻ്റെ മാർക്കറ്റും കൂടെ തുറന്നു കിട്ടുന്ന പരിപാടി അല്ലേ. എന്താണ്, മ്യൂച്വൽ ബെനിഫിറ്റ്സ് ആണ്. കൺട്രോളിൻ്റെ കേസ് നോക്കിയാൽ എന്താ, ഇവിടെയൊക്കെ സെൻട്രൽ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിരിക്കും അല്ലേ. ഇപ്പോൾ നമ്മുടെ KFC എന്താണ്, MNC കമ്പനി അല്ലേ. KFC കഴിക്കാത്തവരാരില്ല നമ്മൾ, KFC, മക്ഡൊണാൾഡ്സ് അതുപോലെ തന്നെ പിസ ഒന്നും കഴിക്കാത്തവരില്ല നമ്മൾ.
അപ്പോൾ ഇവരൊക്കെ പല രാജ്യങ്ങളുണ്ടെങ്കിലും ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് അമേരിക്കയിലാണെങ്കിൽ അമേരിക്കയായിരിക്കും കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റം വരുന്നത്. കൺട്രോൾ സിസ്റ്റം എപ്പോഴും മുകളിലായിരിക്കും. ഇതെങ്ങനെയാണ്? കൺട്രോൾ ഷെയർ ചെയ്യാണ്, ഷെയർഡ് ബിറ്റ്വീൻ ദ പാർട്ട്ണർ കമ്പനീസ് ആയിരിക്കും അല്ലേ. പിന്നെ നോക്കുകയാണെങ്കിൽ ബേസിസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിന്റെ റിസ്ക് എങ്ങനെയായിരിക്കും? ഗ്ലോബൽ എന്റർപ്രൈസസ് ഹയർ ഫിനാൻഷ്യൽ റിസ്ക് ഉണ്ട് ഡ്യൂ ടു ലാർജ് സ്കെയിൽ ഓപ്പറേഷൻസ് ആൻഡ് ഗ്ലോബൽ മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസ് അല്ലേ. ഇവരെല്ലാം സെൽഫായിട്ടാണ് ചെയ്യുന്നത് അല്ലേ, ഇവർ ഒറ്റയ്ക്ക് സെൽഫ് ബെയറിംഗ് ആണ് ചെയ്യുന്നത് അല്ലേ. പക്ഷെ ജോയിന്റ് വെഞ്ചേഴ്സിലാണെങ്കിൽ ഈ പറയുന്ന ലാർജ് സ്കെയിൽ ഓപ്പറേഷൻ ഉണ്ട്, ഗ്ലോബൽ മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസ് ഒക്കെ ഇവരെയും ബാധിക്കും. പക്ഷെ ഷെയർഡ് അമംഗ് ദ ജോയിന്റ് വെഞ്ചേഴ്സ് പാർട്ട്നേഴ്സ് ആയിരിക്കും. പക്ഷെ ഇവരൊക്കെ എന്താ ഈ റിസ്ക് ഒക്കെ മറ്റേ ആളായിട്ട് ഷെയർ ആവുന്നതുകൊണ്ട് ഇവരെക്കാളും കുറച്ചുകൂടെ കുറവായിരിക്കും. മാർക്കറ്റ് എൻട്രി എങ്ങനെയായിരിക്കും? ഇവർ ഒറ്റയ്ക്ക് വഴിവെട്ടി വരുന്നവരായിരിക്കും അല്ലെ. എൻറ്റേഴ്സ് ഫോറിൻ മാർക്കറ്റ് ഇൻഡിപെൻഡന്റ്ലി ഓർ ത്രൂ അക്വിസിഷൻസ് ആയിരിക്കും അല്ലെ, അല്ലെങ്കിൽ ഒരു കമ്പനീനെ കംപ്ലീറ്റ് വാങ്ങിച്ചിട്ടുള്ള രീതിയിലായിരിക്കും ഇവർ സെൽഫായിട്ട് വരിക. ജോയിന്റ് വെഞ്ചേഴ്സ് എങ്ങനെയാണ്? ഓഫൺ ഫോം ടു എൻ്റർ ന്യൂ മാർക്കറ്റ് എസ്പെഷ്യലി ഇൻ ഫോറിൻ കൺട്രീസ് ആയിരിക്കും അല്ലേ. ഇവർ നേരെ തിരിച്ചാണ്, അതെങ്ങനെ വേറൊരു കമ്പനീൻ്റെ കൂടെ ഹെൽപ്പിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഫോറിൻ കൺട്രീസ് അല്ലെങ്കിലേക്ക് ഒരു മാർക്കറ്റിലേക്ക് എന്ത് ചെയ്യുന്നത്? ഇറങ്ങി വരുന്ന പരിപാടി. എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ എന്റർപ്രൈസസ്, ഗൂഗിൾ, ആമസോൺ, ടൊയോട്ട, കൊക്കക്കോള, സാംസങ് ഒക്കെ എന്താണ്? നമ്മളെ MNC അല്ലെ, മൾട്ടിനാഷണൽ കമ്പനീസിന് എന്താണ് കോർപ്പറേഷൻ ഉദാഹരണമാണ്. ജോയിന്റ് വെഞ്ചേഴ്സ് എന്താ? ടാറ്റ, സ്റ്റാർബക്സ്. ടാറ്റയും സ്റ്റാർബക്സും കൂടെ ചേർന്നിട്ടാണ് ടാറ്റ സ്റ്റാർബക്സ് വരുന്നത് കേട്ടോ. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നമ്മുടെ ജോയിന്റ് വെഞ്ചേഴ്സും അതുപോലെ തന്നെ എന്താണ് നമ്മളുടെ ഗ്ലോബൽ എന്റർപ്രൈസസും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ജോയിന്റ് വെഞ്ചേഴ്സ് പഠിക്കണോ മിസ് ചെയ്യുന്നുള്ളത് ഞാൻ കമൻസിലൊക്കെ കാണാറുണ്ട്. പഠിക്കണം, അറിഞ്ഞിരിക്കണം എന്താണ് ജോയിന്റ് വെഞ്ചേഴ്സ് എന്ന് പറയുന്നത്. അതിലൊരു കമ്പനി ഡൊമസ്റ്റിക്, ഒരു കമ്പനി ഇന്റർനാഷണൽ ആയിരിക്കും. ഇവർ ഷെയർ ചെയ്യുക, ഇവരുടെ എന്ത് ടെക്നോളജി ആയിക്കോട്ടെ, മാർക്കറ്റ് ആയിക്കോട്ടെ, റിസ്ക് ആയിക്കോട്ടെ, സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ ആയിക്കോട്ടെ, എല്ലാം എന്താണ് ചെയ്യുന്നത്? ഇവർ ഷെയർ ചെയ്ത് പോകുന്ന ആൾക്കാരായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾ തീർച്ചയായിട്ടും കമൻസിൽ പറയാം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ മിസ്സിൻ്റെ ഇൻസ്റ്റ ID എന്നുണ്ടാവും, ചിലപ്പോൾ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതെടുത്തിട്ട് എന്നോട് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്ത് പറയാം. വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾക്ക് ഓരോ വീഡിയോസും നിങ്ങൾ എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നറിയാൻ ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് നമ്മൾ ചാനലിൽ ഇട്ടിട്ടുള്ള ഓരോ കോണ്ടന്റ് വീഡിയോസും നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ എക്സാം ഹോളിൽ നിങ്ങൾ ഹെൽപ്പ് ചെയ്തു എന്നറിയാൻ മിസ്സിന് ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? മാക്സിമം നന്നായിട്ട് തന്നെ പഠിക്കുക. അതുപോലെ തന്നെ അടുത്ത വർഷം നമുക്ക് ഒരുമിച്ച് പഠിക്കാൻ, മിസ്സിനോടൊപ്പം ഒരുമിച്ച് പഠിക്കാൻ, അല്ലെങ്കിൽ എക്സാമിൻ്റെ ഫാമിലിയോടൊപ്പം ഒരുമിച്ച് പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക? മിസ് തന്നിട്ടുള്ള ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾ +2ലേക്ക് അഡ്മിഷൻസ് എടുക്കുക. നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെക്കോർഡഡ് വീഡിയോസും ലൈവ് ക്ലാസ്സസും പിന്നെ PDF നോട്ട്സും അതുപോലെ തന്നെ എക്സാംസും ക്വസ്റ്റ്യൻ ബാങ്ക്സും ഒക്കെ അവൈലബിൾ ആയിരിക്കും. സെറ്റ് അല്ലേ? അപ്പോൾ മാക്സിമം നന്നായിട്ട് പഠിക്കുക, നല്ല രീതിയിൽ തന്നെ എക്സാം എഴുതുക, അടിപൊളിയായിട്ടിരിക്കുക.